നമസ്കാരം. ഇനി കുറച്ചു ദിവസം ആഘോഷങ്ങളുടെ കാലമാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ, അങ്ങനെ പല പല ആഘോഷങ്ങൾ. അത് കഴിഞ്ഞാലും ആഘോഷങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല എന്നതാണ് സത്യം. പല പല ആചാരങ്ങളോടുകൂടിയ ആഘോഷങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കാരവും ഭാഷയും ദേശവും മാറുന്നതിനനുസരിച്ച് ഉത്സവങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും വരെ വ്യത്യാസമുണ്ടാകാം. അത്തരത്തിൽ ഏറെ ജനപ്രീതിയുള്ള ഉത്സവമാണ് ജപ്പാനിൽ നടക്കുന്ന ഹഡഗമസൂരി ഉത്സവം. 1300 വർഷത്തിലധികം പഴക്കമുള്ള ഉത്സവമാണിത്. രാജ്യത്തെ ഐച്ചി പ്രിഫെക്ചറിലെ ഇനാസവയിലുള്ള കൊനോമിയ ദേവാലയത്തിൽ നടക്കുന്ന ഈ ഉത്സവം പ്രശസ്തമായത് അതിന്റെ ആചാരങ്ങളാലാണ്. നഗ്നതയാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകത. അരമറയ്ക്കുന്ന ഫൗണ്ടേഷനെയും ടാബി എന്ന വെള്ള സോക്സും മാത്രമാണ് ഉത്സവ സമയത്ത് ധരിക്കുക. പുരുഷന്മാർ മാത്രമാണ് ഇതിൽ സാധാരണ പങ്കെടുക്കാറുള്ളത്. ജപ്പാനിലെ ഏറ്റവും വിചിത്രമായ ചടങ്ങുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഉത്സവമാണ് സുമിൽസായി. ജാസോ ജോയിസ എന്ന വികാരധീനമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകളിൽ ആളുകൾ പങ്കെടുക്കുക. ഉത്സവത്തിലെ ഭാഗമായി അന്നേ ദിവസം നഗ്നരായ പുരുഷന്മാർ തണുത്തുറഞ്ഞ താപനിലയിൽ തെരുവുകളിലൂടെ നടക്കും. ഈ സമയം കാഴ്ചക്കാരായി കൂടി നിൽക്കുന്നവർ അവരുടെ ശരീരത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കും. ഈ സമയം അത്രയും ചടങ്ങിൽ പങ്കെടുക്കുന്ന പുരുഷന്മാർ ജാസു ജോയിസ എന്ന ഗാനം ആലപിച്ചുകൊണ്ടേയിരിക്കും. ആചാരങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പുരോഹിതൻ 2 ഭാഗ്യദണ്ഡുകളും 100 ബണ്ടിൽ മരച്ചില്ലകളും വലിച്ചെറിയുന്നു. ഇവ കണ്ടെത്തുന്നവർക്ക് ഭാഗ്യം കൈവരിക്കുമെന്നാണ് പ്രധാന വിശ്വാസം. ഭാഗ്യവിറകുകൾ കണ്ടെത്താനുള്ള മത്സരത്തിൽ പിടിവലി കൂടി പുരുഷന്മാർക്ക് പരിക്കേൽക്കുന്നതായും സർവ്വസാധാരണമാണ്. ജപ്പാൻകാർ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേരും ഹഡഗമസൂരിയുടെ ഭാഗമാകാറുണ്ട്. ഉത്സവം ജനപ്രിയമാണെങ്കിലും യുവാക്കൾ നഗരങ്ങളിലേക്ക് കുടിയേറിയതോടെ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അതിനാൽ അടുത്ത വർഷം ഉത്സവത്തിൽ നഗ്നരായി എത്തുന്നുള്ള ആചാരങ്ങൾ ഒഴിവാക്കാനുള്ള ആലോചനയുണ്ട്. പകരം പ്രാർത്ഥനാ ചടങ്ങുകളും ആത്മീയ ആചാരങ്ങളും മാത്രമാകും നടക്കുക. സ്ത്രീകൾക്ക് ഈ ഉത്സവ ചടങ്ങുകളിലേക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നെങ്കിലും ഉത്സവം നടത്തിക്കൊണ്ടുപോകാനായി ഇടയ്ക്ക് സ്ത്രീകളെയും ഉത്സവത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു. എന്നാൽ ആ പദ്ധതിയിലും ലക്ഷ്യം കണ്ടില്ല. അടുത്ത വർഷം ഫെബ്രുവരി 10-നാണ് ഉത്സവം നടക്കുകയെന്നാണ് റിപ്പോർട്ട്. എന്തായാലും വിചിത്രമായ ഈ ഉത്സവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.